ഹലോ ഗായ്സ്, ഹാർഡ് കോർ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ എൻ്റെ ഈ അയൺ ഫാം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. പക്ഷേ ഇവിടെ രണ്ടവന്മാർ സ്പോണാകാൻ തുടങ്ങി. ഞാൻ അവന്മാരെ കൊന്നിട്ട് ഇനി സ്പോണാകാൻ നോക്കട്ടെ. ഓക്കെ, അവന്മാരെ തീർത്തിട്ടുണ്ട്. ഇനി സ്പോണാകുമെന്നാണ് എനിക്കറിയേണ്ടത്. സ്പോണാകുന്നില്ല. ഇനി ഇവിടെ സോൾ സാൻഡ് വെച്ചാൽ മാത്രമേ സ്പോണാകത്തുള്ളൂ. ഞാൻ സോൾ സാൻഡ് ഇച്ചിരി വെച്ച് നോക്കട്ടെ. ഇത് മാറ്റി അല്ല, ഇതേ സ്പോണാകുന്നുണ്ട്. 2 പേര് സ്പോണാകുന്നുണ്ട്. അപ്പം പ്രശ്നം എന്താ, ഞാൻ ഉണ്ടാക്കിയെത്തി തന്നെയാണ്. ഇതെന്തോ മാറ്റം. എടാ മണ്ട, ഇവിടെ ഇത്രയും ഗ്യാപ്പ് വേണമായിരുന്നു. 3 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. എൻ്റെ ഹാർഡ് കോറി 2 ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇന്നലെ ഡീപ്പ് സ്ലേറ്റും മറ്റേ വുഡൊക്കെ ഗ്രൈൻഡ് ചെയ്തതിനുള്ള കാരണം. ഈ ഒരു വീടാണ് ഞാൻ എൻ്റെ ഹാർഡ് കോർ വേൾഡിൽ ഉണ്ടാക്കാൻ നോക്കണേ. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു അക്കുറി ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ചെസ്റ്റ്. ഇവിടെ ചെസ്റ്റ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. ഞാനിവിടെ മറ്റേ സൈഡിലോട്ട് അതൊന്നും വെച്ചിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം തോന്നിയില്ല. പിന്നെ ഇതും അവിടെ വാല്യുബിൾ സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്ഥലം. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീടാണ് ഇത് ഹാർഡ് കോറിലോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് ഡീപ്പ് സ്ലേറ്റൊക്കെ ഞാൻ നേരത്തെ മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഓക്കായിരിക്കും വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഓക്ക് എങ്ങനെ വളർത്താമെന്നൊക്കെ ഇവിടെ ട്രൈ ചെയ്തതിൻ്റെയാണ് ആ സ്ഥലം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹാർഡ് കോർ വേൾഡിൽ കയറി അയൺ ഫാം ഒന്ന് മര്യാദക്ക് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഞാനിങ്ങനെ വന്നു. ഇനി എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1 2 പറഞ്ഞില്ലേ, 2 ബ്ലോക്ക് ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ. ഇപ്പുറത്തും 2 ബ്ലോക്ക് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും ഒന്ന് അങ്ങോട്ട് മാറ്റേണ്ടി വരും. അത് ഇച്ചിരി പണിയുണ്ട്, കാരണം ഈ വില്ലേജറിൻ്റെ ബെഡൊക്കെ മാറ്റണം, ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈം ലാപ്സിൽ അതായിരിക്കും നല്ലത്. എത്ര നേരം പിടിക്കുമെന്ന് അറിയാമല്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തീരുമായിരിക്കും, അറിയാൻ പറ്റും. നോക്കാം. എന്തായാലും പെട്ടെന്ന് തീരുവാണ്. നമുക്കിവിടെ വീടും പെട്ടെന്ന് കൊണ്ടാക്കി വെച്ചേക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ റീസോഴ്സൊക്കെ ഇതാ ഗ്യാദർ ചെയ്ത് ഈ പെട്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയോ ഐറ്റംസാണ് അതിന് വേണ്ട. ഞാൻ എന്തെല്ലാം ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, പിന്നെ കുഴപ്പമില്ല, നേരെ അങ്ങ് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഞാൻ ഇത് റെഡിയാക്കുന്ന ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ടോ. ഓക്കെ, ഞാനത് 2 ബ്ലോക്ക് നീക്കി വെച്ചിട്ടുണ്ട്. സോംബിനെയും പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ടൈലാപ്സ് എന്തായാലും കണ്ടു കാണും, കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു വില്ലേജർ ചാടിപ്പോയി. ഇനി അതിനെ പിടിച്ചിടണം. അതിന് ഈ കാട്ടിൽ നിന്ന് തപ്പിട്ട് കണ്ടില്ല. അപ്പം ഞാൻ നേരെ എൻ്റെ ബ്രീഡറിൽ നിന്ന് ഒരു വില്ലേജറിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഓർത്ത്. ഈ പണ്ടന്മാർ മര്യാദക്ക് വർക്കായിരുന്നാൽ കുഴപ്പമില്ല. ഞാൻ എന്തായാലും അവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ടൈലാപ്സും കൂടെ നിങ്ങൾ കണ്ടോ. ഓക്കെ, ഞാൻ അവനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 അയൺ ഗോളം വെച്ച് ഇവിടെ നിന്ന് അവിടെ നിന്ന് സ്പോൺ ആകുമെന്നാണ് എനിക്കറിയേണ്ടത്. ഒരുത്തൻ വെച്ച് സ്പോൺ ആകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ തെറ്റിപ്പോയെന്നാണ്. ഞാൻ കുറേ ഷുഗർ കെയിൻ ഇവിടെ ഫാം ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയം കൊണ്ട്. പിന്നെ ഞാൻ കുറേ റെയിൽ ഉണ്ടാക്കേണ്ടി വന്നു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അതെല്ലാം തിരിച്ചു വെച്ചേക്കാം. ഓക്കെ, 2 സ്പോണായി. 2 ദിവസം എടുത്തവന്മാരൊന്ന് സ്പോണായി വരാൻ വേണ്ടിയിട്ട് ഈ മൈൻ ക്രാഫ്റ്റിൽ. ഓക്കെ, സമാധാനമായിട്ടുണ്ട്. എന്തായാലും ഞാനൊരു സ്ഥലത്ത് എനിക്ക് ഇതായിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ സ്പോണായി തന്നെ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ കയറി നോക്കിയിരുന്നിട്ട് ഒരുത്തം വെച്ച സ്പോണാകുന്നുള്ളൂ. ഞാൻ എന്തായാലും 2 വെച്ച് സ്പോണാകുവാണെങ്കിൽ മാത്രം നിങ്ങളെ കാണിക്കാം. ഇതേ 2 വെച്ച് സ്പോണാകുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഞാൻ എന്തായാലും ഈ ക്യാരറ്റും ഷുഗർ കെയിനും എല്ലാം ഒന്ന് ഫാം ചെയ്യാം. അപ്പം തന്നെ അവിടെ ഇരിക്കുന്ന അയൺ ഫാം വർക്കായി കുറച്ചാണെങ്കിലും എനിക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇതാ 2 പേര് സ്പോണാകുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് ഫാം ചെയ്ത് വെക്കാം. എന്നിട്ട് എത്ര അയൺ കിട്ടിയെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിവിടെ നട്ടേക്കണ എല്ലാ സാധനവും ഫാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എൻ്റെ ഇതിൽ കുറേ അതായത് ഈ മറ്റേ വീറ്റിൻ്റെ ഈ സീഡ് കുറേ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന മറ്റേ പൂവും കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബോൺ വീലാക്കാൻ വേണ്ടി ഒരു സാധനം ഈ സൈഡിലോട്ടൊന്ന് ഉണ്ടാക്കി വെക്കാം. ഓപ്പർ ഉണ്ടാക്കാൻ അയൺ വേണം. ഇവിടെ എത്രയാണ്? 1.5 സ്റ്റാക്ക് ആയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. എന്തായാലും ഞാൻ ആ സാധനം ഉണ്ടാക്കി വെക്കും, നിങ്ങൾ കാണിച്ചിട്ട്. ആദ്യമേ തന്നെ ഇവിടെ ഒരു ചെസ്റ്റ് വെക്കണം. അതായത് മറ്റേ ഔട്ട്പുട്ട് ചെസ്റ്റ് ചെയ്ത് നമുക്കിത് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഈ വിധത്തിലായിരിക്കും ബോൺ വീൽ വന്നിരിക്കേണ്ടത്. അപ്പോൾ അതിന് മേളിൽ ഒരു ഹോപ്പർ വെക്കണം. ഒരു ഹോപ്പർ ഇവിടെ പുറകെ വെക്കുന്നതായിരിക്കും. നമുക്കൊരു ഹോപ്പർ പുറകെ വെക്കണം. അതിൻ്റെ മേളിൽ ഈ സാധനം വെക്കണം. എന്നിട്ട് അതിന് എങ്ങനെ ഇതിലോട്ട് ബോൺ വീൽ പോകും. ഇതിൻ്റെ മേളിൽ വെച്ചാൽ ഭയങ്കര ഹൈറ്റായി പോകുന്നു. നമുക്കെന്തായാലും ഈ സൈഡിലോട്ട് വെക്കാൻ പറ്റുമോ നോക്കാം. സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വർക്കാവുമെന്ന് അറിയണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വല്ല നടക്കൂ? ഇല്ല, ഒന്നും നടക്കുന്നില്ല. മനുഷ്യനെ മര്യാദക്കൊരു സാമാനം ഉണ്ടാക്കുമ്പോഴും സമ്മതിക്കില്ല ഇവന്മാരെ കൊണ്ട്. ഇതിൻ്റെ മേലെ ഹോപ്പർ വെച്ചിട്ട് അതിലോട്ട് ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം നടക്കൂ. നടക്കും. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു ചെസ്റ്റും വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കേണ്ടതാണ്. ഓക്കെ, ചെസ്റ്റും വെച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ ടെസ്റ്റ്
ഇത് വർക്കാവുമെന്നും കൂടെ നോക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇത് ഫുള്ളെടുത്തിട്ട് കഴിഞ്ഞാൽ ഇതാവും. ഇനി ബോണ്ടിയിലായിട്ട് കിട്ടുമോ? എന്തായാലും ഞാൻ ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വെക്കാൻ പോവാണ്. ഇതും അയൺ ഇരിക്കുന്ന മറ്റേ പൂവും കൂടെ അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചേക്കാം. അയൺ എത്ര കാണും? അയൺ ഞാൻ ഇടയ്ക്ക് വന്നെടുത്തായിരുന്നു. പൂ കുറേ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് വെച്ച് എനിക്ക് ബോൺ വീൽ വേണം. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടെ ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് എത്ര ബോൺ വീൽ കിട്ടുമെന്നും കൂടെ നോക്കിയേക്കാം. ഇതെല്ലാം ഇതിൻ്റെ അകത്തിരിക്കട്ടെ. പയ്യെ അങ്ങോട്ട് പോയി ഇതിൻ്റെ അകത്ത് ഇതായി, എന്നിട്ട് ഇതിൻ്റെ കൂടെ ബോൺ വീലായി. ഈ ചെസ്റ്റ് എന്തെങ്കിലും കൊണ്ട് ഇപ്പോൾ തന്നെ 11 ഞാനെന്തായാലും ഒരു AFK റൂം സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ AFK ഇരിക്കാം. അതാകുമ്പോൾ ഇതും റെഡിയാവും, മറ്റേ ഫാമും റെഡിയാവും, അയണും കുറേ കിട്ടിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു AFK റൂം അങ്ങോട്ട് ഉണ്ടാക്കാം. കുറച്ച് സാൻഡ് വേണം നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ഉണ്ടാക്കിയാലേ AFK റൂം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊന്നുമില്ല, എന്നാലും ഗ്ലാസ് ഉണ്ടെന്ന് നല്ലതായിരിക്കും. ഇതാ ഈ ഒരു ബ്ലോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫാമും, അതായത് ഇവിടെയുള്ള എല്ലാ ഫാമും വർക്കാകുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി ഈ ഫാമെല്ലാം വർക്കാകുന്ന രീതിക്കും ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് കുറേ വെച്ച് ഒരു ഗ്ലാസ് കൊണ്ട് റൂം ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുക, എന്നിട്ട് ഗെയിം ഓൺ ആക്കി എടുക്കുക. അതാണ് ഇനി ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ എനിക്ക് കുറേ ആയും കിട്ടിക്കോളും. ഓക്കെ, ഞാനിവിടെ AFK റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി AFK ഇനി കുറേ നേരെ ഇവിടെ ഇരിക്കാം. ബാക്ക്ഗ്രൗണ്ട് വല്ലതും സിനിമയോ പാട്ടോ ഒക്കെ ആയിട്ട് നേരെ ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മൈൻക്രാഫ്റ്റ് ദൈവത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങോട്ടിരുന്നു. പിന്നെ ഒരു ഗുഡ് ന്യൂസ്, ഞാനാണ് ഈ റീപ്ലേ അടിക്കാൻ വേണ്ടി റീപ്ലേ വ്യൂവറിൽ കയറി ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതെല്ലാം പഴയതാണ്. ഞാൻ പുതിയതായിട്ട് ചെയ്ത അയൺ ഫാം റെഡിയാക്കിയ റീപ്ലേ ഒന്നും ഇതിൻ്റെ അകത്ത് വന്നില്ല. അതെന്തോ പറ്റിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ട് കുറേ വില്ലേജറിനൊക്കെ എടുത്ത് ഒരു 1.5-2 മണിക്കൂർ ഇരുന്ന് ചെയ്ത പരിപാടി ഇതിൻ്റെ അകത്തില്ല. ഇപ്പം എന്തായാലും ഞാൻ വേൾഡിലോട്ട് കയറുവാണ്. എന്തായാലും AFK പറഞ്ഞിട്ടുണ്ട് എത്ര അയൺ കിട്ടിയെന്നും കൂടെ അറിയാം. കുറച്ച് നേരം ഞാൻ AFK റൂമിൽ ഇരുന്ന് ഞാൻ അയൺ ഫാമിൻ്റെ അടുത്ത് പോയി എത്ര അയൺ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി അവിടെയൊക്കെ പോയിരുന്നു കുറച്ച് നേരം AFK. ഓക്കെ, എത്ര അയൺ കിട്ടിയതാണ് അറിയേണ്ടത്. ഞാൻ എന്താ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുറേ ഉണ്ട്. എത്രയാണ്? 10 സ്റ്റാക്ക് അയണുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ 10 സ്റ്റാക്ക്. ഈ പൂവും കുറേ ഉണ്ട്, അത് ബോൺ വീലാക്കണം. എന്താ ഇപ്പോഴും വന്ന് ചത്തോട്ടിരിക്കുകയാണ് മണ്ടന്മാർ. ഇതൊക്കെ ഒന്ന് ഫാം ചെയ്യാം, എന്നിട്ട് വേണം ആ കിട്ടിയാൽ ഫുള്ള് കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എന്താണ് എൻ്റെ റീപ്ലേ പോയത്? അത് കുറേ ഉണ്ടായിരുന്നു, കുറേ കഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എത്ര നേരം ഇരുന്നില്ല, സമയമെങ്കിലും അറിയായിരുന്നു, അതുപോലും കണ്ടില്ല. എന്തായാലും ഒരു 1.5-2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ട്. കുറേ നേരം എടുത്തായിരുന്നു സംഭവം. വില്ലേജർ ചാടിപ്പോയി, അതിനെ പിടിച്ചിട്ട് അങ്ങനെ കുറേ സമയം പോയായിരുന്നു. അല്ല, സമയം സെറ്റിങ്സിൽ കയറി നോക്കിയാൽ അറിയാമെന്ന് തോന്നുന്നു. സെറ്റിങ്സിൽ കയറി നോക്കിയിട്ട് എത്ര സമയമായെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. പെട്ടെന്ന് തന്നെ വലിയൊരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യണം നമുക്ക്. മറ്റേ ബുക്കൊക്കെ എൻചാൻറ്റഡ് ബുക്കൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഈ ട്രേഡിംഗ് ഹാളിൽ സെറ്റ് ചെയ്യുന്നില്ല, അത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. കാരണം ഇത് എല്ലാം കൊണ്ട് ഇവിടെ കുത്തിയുറച്ചാൽ ലാഗടിച്ച് പണ്ടര വാങ്ങിപ്പോവും. എൻ്റെ ഇത്രയും ഗ്യാരത്തുണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ് കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് ട്രേഡ് ചെയ്യാതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഇപ്പം ഇരിക്കുന്ന ഈ 10 സ്റ്റാക്കായാണ് ഞാൻ കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് എത്ര എമറാൾഡ് കിട്ടിയെന്ന് നോക്കി. എന്തായാലും ഇപ്പോൾ 10 സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. അതിൽ എത്ര എമറാൾഡ് കിട്ടുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് ഈ അയൺ വെച്ച് 1 സ്റ്റാക്കും 12 അയൺ ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്ര കുറച്ചുള്ള എന്തായാലും വയ്യാറില്ല. ഇതിൻ്റെ അകത്ത് തീർന്നുള്ളൂ. ഇത് തീരുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, 1 സ്റ്റാക്കും 13. ഇവിടത്തെ ഈ ഒരു പെട്ടിക്കകത്തും എൻ്റെ കുറച്ച് എമറാൾഡ് ഇരിപ്പുണ്ടാവും. 1 സ്റ്റാക്ക് 47 എമറാൾഡ് ഉണ്ട്. ഇതെല്ലാം ഈ അയൺ ഫുള്ള് വിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര എമറാൾഡ് കിട്ടുമെന്നും കൂടെ നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള അയൺ ഫുള്ളും വിറ്റ് എൻ്റെ ഇനിയിപ്പോൾ 2.5 സ്റ്റാക്കേ ഉള്ളൂ അയൺ. ഇവന്മാരെല്ലാം ലോക്കാണ്. ഇനി എന്തായാലും ഈ ലോക്ക് മാറുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇനി അടുത്ത മറ്റേ ഈ ബുക്ക് ഒപ്പിക്കാനുള്ള ട്രെയിനിങ്ങാണ് ഞാൻ അത് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഒരു പാത്ത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലാഗ് അടിക്കും. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും അവന്മാർ ലോക്കാം. അപ്പം ഞാനിവിടെ പാത്തങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അതും വെച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് വെച്ചിട്ടില്ല. ഇതിൻ്റെ അകത്തൊരു കുത്തി അങ്ങോട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഈ പാത്ത് നേരെ വെച്ചിട്ടില്ല, കാരണം നേരെ അവന്മാരെ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് വളച്ചുടച്ച് കൊണ്ടുപോകണമായിരിക്കും. ഇപ്പോഴും അവന്മാർ ഈ ലോക്ക് മാറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഈ ട്രാപ്പ് ഡോർ ഫുൾ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് പോകും. എന്തായാലും നമ്മൾ ഇവിടെ ഇനി ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കുന്നില്ല, അങ്ങോട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഈ അയൺ വിൽക്കാൻ പറ്റുന്ന വില്ലേജസിന് മാത്രമേ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അത് ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞു. ഇത്ര അയൺ വിട്ടപ്പോൾ എൻ്റെ ചെയ്താൽ ഇത്ര 3.5 സ്റ്റാക്ക് എമറാൾഡാണ് ആയത്. ഇനി ബാക്കിയുള്ളതും കൂടെ വിൽക്കുമ്പോൾ എന്തോരാകുമെന്ന് അറിയത്തില്ല.
ഞാൻ അയൺ ഫാമിൽ പോയി കുറച്ചും കൂടെ അയൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ അവന്മാർക്ക് കൊണ്ട് വിറ്റ് നോക്കാം. ഇവന്മാരിപ്പോൾ അൺലോക്കാക്കി കാണണം. അൺലോക്കാക്കി എന്തായാലും ഇതും കൂടെ കുറേ അങ്ങ് വിൽക്കാം. ഓക്കെ, അത് ഫുള്ള് വിറ്റിട്ടുണ്ട്. ഇപ്പം എൻ്റെ 4.5 സ്റ്റാക്കുണ്ട്. 4.5 സ്റ്റാക്ക് എമറാൾഡ് ഉണ്ട്. 4.5 അല്ലേ? അതെ, 4.5 സ്റ്റാക്ക് എമറാൾഡ് ഉണ്ട് ഇപ്പം എൻ്റെ. ഞാൻ എന്തായാലും നാളെ ഇരുന്നിട്ട് അങ്ങോട്ടൊരു ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യണോ അതോ വീട് സെറ്റ് ചെയ്യണം? എന്തായാലും നാളെ ഞാൻ ഇരുന്ന് വീട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നാളെ എന്തായാലും വീട് സെറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത എപ്പിസോഡ്, അതായത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നാളെ ഞാൻ ഒരു വില്ലേജറിനെങ്കിലും മറ്റേ ലൈബ്രറിയിലാക്കാം. അതുകൊണ്ട് ഞാൻ അവരുടെ വർക്ക് സ്റ്റേഷൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കാം. അതെന്തായാലും ഉണ്ടാക്കാം. കുറേ പേപ്പർ, ഇപ്രാവശ്യം ഷുഗർ ഉണ്ടാക്കൽ. ഓക്കെ, പേപ്പർ ഉണ്ടാക്കിയത്. ഓക്കെ, അത് 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഈ പെട്ടിക്കകത്ത് വെച്ചേക്കാം. അല്ലെ പിന്നെ മറ്റേ അയൺ ഉണ്ടാക്കുന്ന സാധനമില്ലേ, മീൻസ് അയൺ വിൽക്കാൻ പറ്റുന്ന വില്ലേജറിന് ഉണ്ടാക്കുന്ന സാധനം കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് നാളെ ആ വില്ലേജറിനെ കൂടെ കയറ്റാൻ വീടും ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, അത് 5 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചേക്കാം. മറ്റേ ഇപ്പോഴത്തെ നമ്മുടെ ട്രെയിൻ ഹാളിൽ ഇരിക്കുന്ന ആ പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇതങ്ങ് അടച്ചു കൂട്ടിയേക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്. നമുക്കെന്ന് അതും കൂടെ കൊണ്ട് വിറ്റേക്കാം. അപ്പോൾ അവത്തിൽ നിന്ന് എത്ര എമറാൾഡ് കിട്ടിയെന്ന് കൂടെ കാണിക്കും നിങ്ങളെ. എനിക്ക് വിൽക്കാൻ പറ്റിയ എല്ലാ സാധനവും എടുത്ത് ഞാൻ വിറ്റപ്പോൾ എനിക്കിത് 5 സ്റ്റാക്ക് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്ര ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. എമറാൾഡ് ബ്ലോക്ക് ഇതിന് 35 എമറാൾഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്തായാലും മറ്റേ ഇങ്ങനെ തന്നെ കൈ വെച്ചേക്കാം. വട്ടി പെട്ടിക്കകത്തിട്ട് വെച്ചേക്കാം. ഇനി കുറച്ച് നേരം AFK. ഇനിയിപ്പം നാളെ നമുക്ക് വീട് റെഡിയാക്കാം. ഇനി കുറച്ച് നേരം ഞാൻ AFK ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.